ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ +2 ബിസിനസ് സ്റ്റഡീസിൽ നിന്ന് നമുക്ക് നാളത്തെ എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മോഡലാണിത്. അപ്പോൾ മോഡൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതല്ലല്ലോ വരാം എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ പേപ്പറിൽ ഉണ്ടാകും. ഓക്കെ, അതും പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു 60+ കിട്ടാൻ വേണ്ടി ഇത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതും കൂടി പഠിച്ചാലുണ്ടല്ലോ 8ൽ 8 സുഖമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ്, ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകണം. അല്ല, 1 വേർഡ് ഞാൻ പറയുന്നില്ല, 1 വേർഡ് ഏത് വേണമെങ്കിലും വരാം, ഏതെങ്കിലും 8 ചോദ്യം എഴുതാൻ വേണ്ടിയിട്ട് വരാം. അപ്പോൾ ഇതിലേത് ജസ്റ്റ് നമുക്ക് പറഞ്ഞു വേണമെങ്കിൽ പോകാം. ഇന്റർപ്രറ്റ് ദ പോളിസീസ് ഫ്രെയിംഡ് ബൈ മാനേജ്മെന്റ്. മാനേജ്മെന്റ് ഉണ്ടാക്കിയ പോളിസി ഇന്റർപ്രറ്റ് ചെയ്യുന്ന ആരാണ്? മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഓരോന്നും 1 വേർഡ് ഏതുകൊണ്ടും വരാമല്ലോ. സോ അത് അവിടെ നിൽക്കട്ടെ. അതല്ലാതെ നമ്മൾ പഠിക്കേണ്ടത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാനേജ്മെന്റ് ആസ് എൻ ആർട്ടിന്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇനി പഠിക്കുമ്പോൾ അത് മാത്രം പഠിച്ചാൽ മതിയോ? സയൻസും പഠിക്കാം. മാനേജ്മെന്റ് ആസ് എ സയൻസും മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷനും പഠിക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്നാ പറഞ്ഞു. ഒരു സെന്റൻസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതിയാൽ മതി. കാരണം 2 മാർക്കിൻ്റെ ഉള്ളൂ. അപ്പോൾ അത്ര എഴുതിയാൽ മതി. നേച്ചർ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, ഏതെങ്കിലും 4 പ്രിൻസിപ്പിൾസ് അതിന് നേച്ചർ പറയുന്നുണ്ടല്ലോ. അത് എന്താണ്? പ്ലാനിങ് പ്രിമൈസസ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ എൻവയോൺമെന്റിനെ പറ്റിയിട്ട് എടുക്കുന്ന അസംഷൻസ് ആണ്. പ്ലാനിങ്ങിന്റെ സമയത്ത് എടുക്കുന്ന അസംഷൻസ് ആണ് പ്ലാനിങ് പ്രിമൈസസ്. ഇനി ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ബെനിഫിറ്റ്സ് ചോദിച്ചിട്ടുണ്ട്, ദെൻ ട്രെയിനിങ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ 3 മാർക്കിലേക്ക് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ടൈലറിൻ്റെയും FW ടൈലറിനെയും നമ്മുടെ ഹെൻറി ഫയലിൻ്റെയും പ്രിൻസിപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രഡിക്റ്ററി ആണ് അല്ലേ? കാരണം ഹെൻറി ഫയൽ യൂണിറ്റി ഓഫ് കമാൻഡ് പറയുന്നുണ്ട്, അതായത് ഒരു സമയത്ത് ഒരാളുടെ അടുത്ത് നിന്ന് ഓർഡർ സ്വീകരിക്കാൻ പാടുള്ളൂ. പക്ഷേ FW ടൈലർ എന്താ പറയുന്നത്? ഒരു 8 പേര് ചേർന്ന് ഒരാൾ സൂപ്പർവൈസ് ചെയ്യണം എന്ന് പറയുന്നു. സോ ഡിഫറെൻ്റ് ആണ്. ഡെലിഗേഷൻ എന്താണെന്നുള്ളത്, ഡെലിഗേഷൻ്റെ 3 എലമെന്റ്സ് ഉണ്ടല്ലോ, അത് പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ റിക്രൂട്ട്മെന്റ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ പറഞ്ഞിരുന്നു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റും ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റും പഠിക്കണം. അതിൽ പറഞ്ഞൊരു ചോദ്യമായിരുന്നു ഓൺ ദി ജോബ് ട്രെയിനിങ്ങും ഓഫ് ദി ജോബ് ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസും എന്തായാലും പഠിക്കണം. ഫിനാൻഷ്യൽ ലിവറേജ്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, നമ്മൾ അതിൽ പറഞ്ഞതാണ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് പഠിക്കണം. ഓക്കെ, പിന്നെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്, മാത്സ് ഫോളോയിങ്. അപ്പോൾ മക്കളൊന്ന് നോക്കിയിട്ട് പോകണമെങ്കിൽ 4 മാർക്ക് സുഖമായിട്ട് കിട്ടും. ലൈഫ് സ്റ്റൈൽ ഏതിലാണ് വരുന്നത്? സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടല്ലേ, സോ സോഷ്യലാണ്. ദെൻ ഇൻട്രസ്റ്റ് റേറ്റിൽ ഏതിൽ വരും? എക്കണോമിക് എൻവയോൺമെന്റിൽ വരും. ദെൻ ചേഞ്ച് ഇൻ ആക്ട്സ്, അത് ലീഗലിൽ വരും. ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ വരും. ഇനി ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫങ്ഷണലിൻ്റെയും ഡിവിഷണലിൻ്റെയും പഠിക്കണം. മാസ്ലോസ് നീഡ് ഹയറാർക്കി തിയറി എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മൾ നേരത്തെ ആ ക്വസ്റ്റ്യൻസിലും പറഞ്ഞൊരു ചോദ്യമാണ്. സോ പഠിക്കണം. കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പ് നമ്മൾ ആ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു, 60+ സ്കോർ ചെയ്യാൻ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ പഠിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ചോദിക്കും, 5 മാർക്കിനെ ചോദിക്കുന്നതെന്നുള്ളത്. സോ ഇവിടെയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാൻസിനെ പറ്റിയിട്ട്, പ്രിമൈസിൻ്റെ ഉള്ളിൽ സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അവിടുത്തെ റൂളാണ്. മെറിറ്റിന്റെ ബേസിലാണ് പ്രൊമോഷൻ കൊടുക്കുള്ളൂ എന്നുള്ളത് അവിടുത്തെ പോളിസിയാണ്. 20% ഇയർലി സെയിൽ ഇൻക്രീസ് ആക്കണം എന്നുള്ളത് അവരുടെ ഒബ്ജക്റ്റീവും. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട്സ് ഇൻ ന്യൂമറിക്കൽ ടേം ബഡ്ജറ്റും ടൈം റേറ്റ് സിസ്റ്റം ഫോർ വേജ് പേയ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ മെത്തേഡുമാണ്. ഓക്കെ, എന്താണ് സൂപ്പർവിഷന്റെ ഇമ്പോർട്ടൻസ്? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞ 60+ മാർക്ക് സ്കോർ ചെയ്യുന്ന വീഡിയോയിലും ഉണ്ടായിരുന്നു. സോ എന്തായാലും നിങ്ങൾ പഠിക്കണം. 8 മാർക്കിന് ചോദിക്കാവുന്നത് ഇതൊക്കെ തന്നെയാണ് കൂടുതലും ചോദിക്കുക. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇങ്ങോട്ടും ചോദിക്കാം. ഫിക്സഡ് ക്യാപിറ്റലും അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും ചോദിക്കാം. ട്രെയിനിങ്ങിന്റെ ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റെപ്പ് പ്രോസസ്സ്, സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ്, സെലക്ഷൻ്റെ പ്രോസസ്സ്, പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ്, ഇത്രയും കൂടി നമ്മൾ 8 മാർക്കിലേക്ക് പഠിച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും ആ 60+ലെ ക്വസ്റ്റ്യനും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80 എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. 80 സ്കോർ ചെയ്തില്ലെങ്കിൽ 72 സ്കോർ ചെയ്യാം. കാരണം 8 മാർക്ക് 1 വേർഡ് തെറ്റിയാലുള്ളൂ. ബാക്കി എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് എക്സാം എഴുതാം. താങ്ക് യു.